കരുവന്നൂർ കേസിൽ ഹാജരാകാനുള്ള ഇ.ഡി. നോട്ടീസിന് മറുപടി നൽകി കെ രാധാകൃഷ്ണൻ എം.പി. ഇ.ഡിയുടെ സമൻസിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെ അമർച്ച ചെയ്യാനുള്ള നീക്കമാണ്. ഇ.ഡിയെ ഭയപ്പെടേണ്ട കാര്യമില്ല, ഏതന്വേഷണവും നേരിടാം. പാർലമെന്റ് കഴിഞ്ഞ് ഇ.ഡിക്ക് മുന്നിൽ ഹാജരാകുമെന്നും കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഡൽഹിയിൽ നിന്നും ഇന്നലെയാണ് എത്തിയതെന്നും വൈകുന്നേരമാണ് നോട്ടീസ് വന്ന കാര്യം അറിഞ്ഞതെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. ഇന്നലെ ഹാജരാകണം എന്നായിരുന്നു നോട്ടീസിൽ ഉണ്ടായിരുന്നത്. എതിരാളികളെ എങ്ങനെ അമർച്ച ചെയ്യാം എന്നാണ് ഇ.ഡി നോക്കുന്നത്. പാർലമെന്റ് കഴിയുന്നതുവരെ ഹാജരാകാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പറഞ്ഞ പോലെ തന്നെ ഇന്നലെയാണ് ഞാൻ ഡൽഹിയിൽ പാർലമെന്റ് നടക്കുകയാണ്. ഇന്നലെയാണ് പറഞ്ഞത്. ശരിക്കും ഇന്നാണ് വരുന്നത്. കാരണം ഒരു ദിവസം കൂടി അഡ്വാൻസ് ആയിട്ട് പാർലമെന്റ് മുടങ്ങി. പോളിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് വന്നു എന്ന് ഞാൻ വൈകുന്നേരമാണ് അറിയുന്നത്. കാരണം വന്നിരുന്ന എല്ലാ കവറും നമ്മൾ നോക്കില്ലല്ലോ. എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഇ.ഡിയുടെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും. അത് ഇന്നലെ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ്. സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, ഇന്നലെ ഹാജരാകാൻ കഴിയില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ.ഡിക്ക് അപ്പം തന്നെ നമ്മൾ ഇ.ഡി ഓഫീസിലേക്ക് വിവരം കൊടുക്കും. ഹാജരാവാൻ കഴിയില്ല, പാർലമെന്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാകാൻ കഴിയില്ല എന്നുള്ളത് കത്തും കൊടുക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാം. അപ്പം ഇ.ഡിയുടെ പ്രധാനമായിട്ട് അതിൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കും. അവർ ചോദിച്ചിരിക്കുന്നത് നമ്മളെ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി കാരണം ഇന്ന കാര്യം ഡോക്യുമെന്റ്സും ഉണ്ടെന്ന് പറയും. ആ ഡോക്യുമെന്റ്സായിട്ട് നമുക്ക് ഹാജരാകും. നമുക്കതിൽ ഭയപ്പെടേണ്ട കാര്യമല്ല. ഏത് അന്വേഷണം വന്നാലും അതിനെ നമുക്ക് എന്തുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റാണ് അവർ പറയുന്നത്. അതിൻ്റെ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് പിന്നെ ആസ്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രവർത്തിച്ചിട്ടില്ലല്ലോ. അപ്പം എന്തിനാ ഈ ഒരു കേസിൽ? ഈ കേസാണ് എന്ത് കേസാണെന്ന് എനിക്കറിയില്ല. അതിൽ പാർട്ടിക്കുള്ള ഇന്ന കേസാണെന്ന് പറയുന്നില്ല. ഇങ്ങനെ മാത്രമാണ് പറയാറുള്ളത്. അല്ലാതെ കരുവന്നൂർ കേസ് എന്ന് പറഞ്ഞിട്ടൊന്നും അല്ലെങ്കിൽ കരുവന്നൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ ഹാജരാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. മറ്റു പല കാരണങ്ങളാണ്. ഈ ഇ.ഡി നിരന്തരം എല്ലാവരെയും, ഈ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ CPM നേതാക്കളെ നിരന്തരം ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോ അതിന്റെ ഒരു ഭാഗമാക്കായി തന്നെയാണോ? സംശയം എന്താ? ഇ.ഡി അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും മാത്രമാണ്. ഇ.ഡിക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതൊന്നും നമുക്ക് ഇതില്ല. പക്ഷേ ഏകപക്ഷീയമായിട്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. ബാങ്ക് അക്കൗണ്ട്, ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, ആസ്തി തുടങ്ങിയ ഡോക്യുമെന്റുകൾ ഹാജരാക്കാനാണ് നോട്ടീസിലുള്ളത്. ഏത് കേസാണെന്ന് നോട്ടീസിൽ പറയുന്നില്ല. വ്യക്തിപരമായ സ്വത്തുക്കളുടെയും മറ്റു ഡോക്യുമെന്റ്സുകളും കൊണ്ടുചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കരുവന്നൂർ വിഷയം സംബന്ധിച്ച് ചർച്ച ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കരുവന്നൂർ ബാങ്കുമായുള്ള CPM ബന്ധം, CPM പാർട്ടി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനാണ് ചോദ്യം ചെയ്യൽ. അന്തിമ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുന്നോടിയായാണ് ഇ.ഡി കെ രാധാകൃഷ്ണന്റെയും മൊഴിയെടുക്കുന്നത്. ആഘോഷങ്ങൾക്കിനി രാജകീയ വേദി സമ്മാനിക്കാൻ SK പാലസ്, ദ ലക്ഷൂറിയസ് കൺവെൻഷൻ സെന്റർ വെൽക്കംസ് യു. ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ. അതിമനോഹരമായ AC, non-AC ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു. അതിഥികൾക്ക് സ്നേഹവിരുന്നൊരുക്കാൻ 16,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ. കൂടാതെ വൈഡ് സ്റ്റേജസ്, സ്പേഷ്യസ് കിച്ചൺ, ബ്യൂട്ടിഫുൾ ലൗഞ്ച്, ലിഫ്റ്റ് ഫെസിലിറ്റി, കിഡ്സ് പ്ലേ സോൺ, ആംബിൾ കാർ പാർക്കിംഗ്, മോർ ആൻഡ് മോർ. ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡിംഗ്, റിസപ്ഷൻസ്, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, ഓൾ ഗെറ്റ് ടുഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണപ്പൊലിമയേകാൻ SK പാലസ് ഒപ്പമുണ്ട്. വരൂ, ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം. SK പാലസ് കൺവെൻഷൻ സെന്റർ, എടത്തിരുത്തി സൗത്ത്, തൃശൂർ. www.skpalace.in. You're watching True Line News.